TB Night Chapter 2 ഫൈനൽ ഡേ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നാളെ വൈകുന്നേരം 4:30 മുതൽ. ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലും വേദിയിലും ലഭ്യമാണ്. ടിക്കറ്റുകൾക്കായി സ്കാൻ ചെയ്യൂ. ഒരിക്കൽക്കൂടി എല്ലാവർക്കും സ്വാഗതം കേരള മാക്സിമ ഫിൻവെസ്റ്റ് ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിലേക്ക്. യെസ്, കേരള മാക്സിമ ഫിൻവെസ്റ്റ് കോമഡി അവാർഡ്സിൽ അടുത്തത് ഒരു സ്പെഷ്യൽ മെൻഷൻ ആണ്. യെസ്, നമുക്ക് ഈ അടുത്ത സ്പെഷ്യൽ മെൻഷൻ അവാർഡ് കൊടുക്കാനായിട്ട് നമുക്ക് SKN സാറിനെ ഒന്നും കൂടി വേദിയിലേക്ക് സ്വാഗതം ഒരിക്കൽ ചെയ്യുന്നു. കൂടി വേദിയിലേക്ക് സർ പ്ലീസ് വരാം. ഈ സ്പെഷ്യൽ മെൻഷൻ മലയാളത്തിലെ ഏറ്റവും പുതിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറിനുള്ളതാണ്. സ്പെഷ്യൽ മെൻഷൻ സിജു സണ്ണി, മൂവി രോമാഞ്ചം. സിജു സണ്ണി ഫോർ രോമാഞ്ചം. രോമാഞ്ചം എന്ന് പറയുന്ന ഒരു ഒറ്റ ചിത്രം മതി സിജുവിന്റെ ടാലന്റ് എന്താണെന്ന് അറിയാനായിട്ട്. കൺഗ്രാറ്റുലേഷൻസ് സിജു സണ്ണി, രോമാഞ്ചം എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഈ ഒരു സ്പെഷ്യൽ മെൻഷൻ. കൺഗ്രാറ്റുലേഷൻസ് SKN sir to do the honors of presenting him with the award. താങ്ക് യു. ഈ നമ്മൾ പണ്ട് സിനിമാ മോഹമായിട്ടൊക്കെ വന്നൊരു സമയത്ത് അന്ന് ഡിജിറ്റലിലെ ഹെഡായിരുന്നു ശ്രീയേട്ടൻ. അന്ന് ശ്രീയേട്ടൻ്റെ അടുത്താണ് ആദ്യമായിട്ട് നമ്മൾ സ്കെച്ചിൻ്റെ ഈ 4 മിനിറ്റ് കണ്ടൻറ്റുമായിട്ടൊക്കെ ചെല്ലുന്നത്. അന്ന് തൊട്ടേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീയേട്ടൻ. ഇന്ന് ഈ വേദിയിൽ എനിക്ക് ഇങ്ങനെ അവാർഡ് തന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വരുന്നവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പുതിയതായിട്ട് വരുന്നവരെ എല്ലാം. അതിനൊരു വലിയ എക്സാമ്പിളാണ് ഇവിടെ വന്ന ഓരോ കലാകാരന്മാരുടെയും മിമിക്രി ആർട്ടിസ്റ്റുകളെ വിളിക്കുക, അവരെ ഈ ലോകത്തിന് മുഴുക്കെ കാണിച്ചു കൊടുക്കുക. അതൊക്കെ വലിയൊരു പ്രോത്സാഹനം തന്നെയാണ്. പിന്നെ ഈ അവാർഡ് അവിടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ. അവന്മാർക്കൂടെ ഉള്ളൊരു അവാർഡ് തന്നെയാണിത്. പിന്നെ ഈ ഒരു അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു ടീമുണ്ട്. ഞങ്ങൾ പണ്ട് സിനിമാഗ്രഹമായിട്ട് വന്നത് ഒരു 5-6 പേരായിരുന്നു. കൊച്ചിയിലെ റൂമൊക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അങ്ങനെ കൊച്ചിയിലും അങ്ങനെ പലയിടങ്ങളിലും സിനിമാഗ്രഹം കൊണ്ട് റൂം എടുത്ത് കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടി അവാർഡ് കൊടുക്കുകയാണ്. എല്ലാവർക്കും സമയം വരും, എല്ലാവർക്കും സമയം വരും. താങ്ക് യു. താങ്ക് യു സിജു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് സിജു. അപ്പോ സിജുവിന് ഒരു വലിയ കൈയടി എല്ലാവരും. താങ്ക് യു, താങ്ക് യു. നമ്മുടെ സ്ഥിരം ഗായകരെയൊക്കെ നമ്മൾ വിട്ടിട്ട് ഇതിനിടയിൽ നിന്നും ഒരു ഗായകനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. ഈ ഗായകനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ലൈവായിട്ട് ഇദ്ദേഹം പാടുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര ഗംഭീരമായിട്ട് ആള് പാടുന്നത്. ദൃശ്യവും ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതെ, കാരണം എന്ന് വെച്ചാൽ ആ സഹദേവനെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് തോന്നിയിട്ടുള്ളത് അല്ലേ. പക്ഷെ അതൊരു ആക്ടറിന്റെ ഏറ്റവും വലിയ ടാലന്റുമാണ്. ആൻഡ് ഹി ഈസ് ആൻ അമേസിംഗ് ആക്ടർ ആൻഡ് എ ലവ്ലി സിംഗർ. യെസ്, ലെറ്റ് മീ വെൽക്കം കലാഭവൻ ഷാജോൺ. ഷാജോടാ, കഴിഞ്ഞ കുറച്ച് നാളായി പാട്ടിന്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഈ വേദിയിൽ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള നിലയിൽ ഫ്ലവേഴ്സിനോട് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ട്. അതിനു മുൻപ് എൻ്റെ മുൻപിലിരിക്കുന്ന മഹാരഥന്മാരെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എല്ലാവരോടും ഒരു വലിയ നമസ്കാരം പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇനി ഞാൻ പറയാൻ വന്ന മറ്റൊന്നുമല്ല, നമ്മുടെ കൊറോണ കഴിഞ്ഞ സമയത്ത് മിമിക്രി കലാകാരന്മാരുടെ ബുദ്ധിമുട്ട് ഒരു പരിധിവരെ കുറഞ്ഞത് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലുള്ളത് കൊണ്ട് മാത്രമാണ്. അതിന് പ്രധാന കാരണം കോമഡി ഉത്സവം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് മന്ത്ലി ഇവർ കൃത്യമായിട്ട് ഒരു പേയ്മെൻറ്റ് എല്ലാ മിമിക്രി കലാകാരന്മാരുടെയും വീട്ടിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിന് ശ്രീകണ്ഠൻ സാറിനോടും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചാനലിനോടുമുള്ള ഒരു വലിയ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ പാട്ടാണ് പാടുന്നതെന്ന് പറഞ്ഞു. അതെന്നു പറയും, മിമിക്രി കുറച്ച് നാളായിട്ട്
അങ്ങനെ പ്രാക്ടീസ് ഇല്ല. പിന്നെ കോമഡി ഉത്സവത്തിൽ കൊണ്ട് മറിക്കുകയാണല്ലോ ആൾക്കാരെ, പുതിയ പുതിയ ആൾക്കാരെ കൊണ്ട് മറിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നല്ല പാട്ടുകാരനൊന്നുമല്ല. നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടനൊക്കെ ഇവിടെ ഇരിക്കുമ്പം ഒരു പാട്ടുകാരനുള്ള അതെ 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 ഇവിടെ നിൽക്കാനുള്ള ധൈര്യമൊന്നുമില്ല. എങ്കിലും ഒരു ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ കുറെ കൂട്ടുകാരൻ കൂടെ തകർത്ത് അഭിനയിച്ചൊരു സിനിമയുണ്ട് നാടുവാഴികൾ. അപ്പോൾ നാടുവാഴികൾ എന്ന സിനിമയിലെ പാട്ടാണ് പാടാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ പാടിപ്പാടാൻ നീയും പോരാമോ? ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേൻ നുകർന്നേ വരാം, ചെല്ലപ്പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനൊന്നുലച്ചു, പൂമാരി പെയ്യുമ്പോൾ ആരിന്നാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനൊന്നുലച്ചു, പൂമാരി പെയ്യുമ്പോൾ ആരിന്നാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൻ പെൺപട്ടു ചൂടും ആറിൽ പൂമണി മാറി, അല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൻ നറുമണം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്യക്കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പു താങ്ങുന്നു രാവ്. മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്യക്കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാവം മാറാപ്പു താങ്ങുന്നു രാവ്. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിയിലിരുന്ന് കാറ്റിലതു പറഞ്ഞാടി, അല്ലിപ്പുതാരം കാറ്റിലുലഞ്ഞ് ആമ്പലും നലിഞ്ഞാടുമ്പോൾ മൂളിപ്പോയി പരിമളം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, കാറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേൻ നുകർന്നേ വരാം, ചെല്ലപ്പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം. ലാ 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 ലാ. Thank you. The next award is for the best music director. Best music director award-ലോട്ട് കടക്കുമ്പോൾ അത് അനൗൺസ് ചെയ്യാനായിട്ട് let me welcome back on stage the one and only MG Srikumar. മിഥുൻ,
എന്തോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. ശരിക്കും ശ്ശേ. ഞാൻ അങ്ങനെ ഒരു അവാർഡ് ജേതാവിന് ഞാൻ ഇങ്ങനെ ഒരിക്കലും വാങ്ങിയ ശീലമുള്ളൂ, കൊടുത്ത ശീലമല്ലെന്നാണോ? ഇല്ല. ഒരുപാട് സന്തോഷത്തോടെ സുഷിൻ ശ്യാം. Absolutely. Congratulations, Sushin. Congratulations, Sushin. നമ്മുടെ മംഗളങ്ങൾ നേർന്നിട്ടുള്ള പാട്ട് മാത്രം കേട്ട് കേട്ട് ആദരാഞ്ജലി നേരിട്ട് ഇത്രയും സന്തോഷത്തിൽ ഫണ്ണായിട്ട് പറയാൻ പറ്റുമെന്ന്, അത് മ്യൂസിക്കിലൂടെ പറയാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്ത സുഷിൻ, കൺഗ്രാജുലേഷൻ. Congratulations, Sushin. Congratulations, Sushin. A few words? താങ്ക് യു ഫ്ലവേഴ്സ്. ഭയങ്കര സന്തോഷമുണ്ട്. രോമാഞ്ചം ഞാൻ ഇതുവരെ ഒരു ഇത്തിരി പോലും സ്ട്രെസ് ഇല്ലാതെ ചെയ്ത പടമായിരുന്നു. കാരണം പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. കാരണം മിക്ക പടങ്ങളിലും ഡയറക്ടേഴ്സ് കുറേ പാട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും പാട്ടൊക്കെ എന്തിനാ കുറച്ച് പോരെ എന്നൊക്കെ പറയും. പക്ഷേ ഇത് കുറേ ഭയങ്കര മ്യൂസിക്കലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈവൻ ദ സ്കോർ. പിന്നെ ജിത്തുമായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. ജിത്തു നമ്മൾ സെയിം പ്രായക്കാരാണ്. അതുകൊണ്ട് ഭയങ്കര സിങ്കായിരുന്നു ജിത്തു ഇതിനു മുമ്പ് മറഡോണയിലായിരുന്നു ജിത്തു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജിത്തുവിനെ എനിക്കറിയാം. പിന്നെ പുതിയ ക്രൂ സൗബിനെ എനിക്ക് പണ്ട് പോലെ അറിയാം. ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇത് ഇത്രയും വലിയൊരു ഹിസ്റ്ററി ആവും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു? സത്യമായിട്ടില്ല. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഫോക്ക് എന്ന് പറയുന്ന സംഭവവും ഈ പറയുന്ന നിങ്ങളിപ്പോൾ തലതിരിഞ്ഞവരൊക്കെ പോലെയുള്ള സാധനങ്ങൾ, അതായത് നമുക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ടങ് ട്വിസ്റ്റർ എടുത്ത് ഏറ്റവും ഈസി ആയിട്ട് പാടി ഫലിപ്പിക്കുന്ന ആളാണ് സൈഡിൽ നിൽക്കുന്നത്. സത്യം കേട്ടോ. അതായത് ഈ കൊറോണ സമയത്ത് പോലും ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ചന്ദ്രമണി ഒന്ന് പാടി തീർക്കാൻ പറ്റും ഒറ്റ ശ്വാസത്തിൽ എന്നുള്ളതായിരുന്നു ചലഞ്ച് പോലും. ആ പാറ്റേൺ ഒരുപാടുണ്ടല്ലോ ഇതിനകത്ത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ള കാര്യമാണ്, അങ്ങനത്തെ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേക ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അത് എഴുതാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ വിനായക് അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഈവൻ എല്ലാ പാട്ടിൻ്റെയും മെയിൻ സോൾ ആക്ച്വലി ലിറിക്സിലായിരുന്നു എൻ്റെ പാട്ട്. അത് ഫണ്ണി ആവണമെങ്കിൽ അതിൽ എഴുത്തിലുണ്ടാവണം. അപ്പം വിനായകിനാണ് ഫുൾ ക്രെഡിറ്റ്സ്. ചേട്ടാ ഇതിലെ പാട്ടുകളെ പറ്റി, രോമാഞ്ചത്തിലെ പാട്ടുകളൊക്കെ അല്ലേ, ഞാൻ ഈ പറഞ്ഞ ആ ജോണറാണ് മിക്കവാറും കേട്ടായിരുന്നു. അതിന് കൂടുതൽ ലിറിക്കില് പഞ്ച് ചെയ്ത് പോയിരിക്കുന്ന സോങ് അല്ല, ആ പടത്തിന് അനുയോജ്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വിടുന്ന രണ്ട് ലൈൻ കേൾക്കണം എന്ന് ആൾക്കാർക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് കേട്ടോ. തല തെറിച്ചവനൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്, പെട്ടാൽ പെടും അത് കട്ടായം, എട്ടിന്റെ പൂട്ടുള്ള കൂടാരം. ലാലേ മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി, ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി, ചോരത്തിളപ്പുള്ള തോന്നിയാസി. ലാലാ മടിയുടെ വില്ലാടിയായി, ഇല്ലായ്മയിൽ ധാരാളിയായി, കുടിവലി ഉന്മാദിയായി, ഉന്മാദയിൽ കൂട്ടാളിയായി, ഭാവികളില്ലാത്തൊരി ഭൂതങ്ങളാൽ വാഴുന്നിതാ. ലാലാ താങ്ക് യു. ഐ എം സോ ഹാപ്പി സാറിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാൻ പറ്റിയല്ലോ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തതായിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നു. അതെ, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് കേരള മാക്സ് ഓഫ് ഇൻവെസ്റ്റ് ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിന്റെ വേദിയിൽ അടുത്തതായിട്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാൽ ജോസ് സാറിനെയും എസ് കെ സാറിനെയും ഒന്നുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ പ്ലീസ്. Laljo sir, if you could do the honors of announcing സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് നമ്മുടെ കേരള മാക്സ് ഓഫ് ഇൻവെസ്റ്റ് ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിൽ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ്. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കാണ്, സലീം കുമാർ, ഹരിശ്രീ അശോകൻ.
കേരളത്തിന്റെ സ്വന്തം ശിരിശ്രീ അശോകൻ എന്ന് വേണം പറയാനായിട്ട്. ഉറപ്പായും നമുക്ക് ഒരു പ്രൊഫൈലും കൂടി കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഈ സമഗ്ര സംഭാവന അവാർഡ് എന്ന് പറയുന്നത് 2 പേർക്കാണ്. നൗ സലിം കുമാർ. നിറഞ്ഞ കൈയോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ സലിം കുമാർ. സലിമേട്ട, വെൽക്കം. കൺഗ്രാറ്റുലേഷൻസ്. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട 2 താരങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിന്റെ ഈ വേദിയിൽ. Lal Jose sir, if you could do the honors of presenting Harishri Ashokan Chetan with the memento Congratulations. and the citation. Srinata sir, if you could do the honors of presenting him with the citation. സലിം കുമാറിനുള്ള അവാർഡ് ലാലു ചേട്ടൻ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഇരട്ടി മധുരം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ ഹീറോയെ ആദ്യമായി കണ്ടെത്തിയ വ്യക്തി കൂടിയാണ്. And the citation from Eskenza. അശോക, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചേർന്ന് വലിയൊരു കൈയടി കൊടുത്ത് ഇദ്ദേഹത്തിന്. നമ്മളെ എക്കാലവും ഇന്നും ഏറ്റവും മികച്ച ഒരുപാട് കഥാപാത്രം കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ഹരിശ്രീ അശോകനുള്ള കൈയടി ആയിരിക്കണം അത്. അശോക, പ്ലീസ് ഫോർ ദ ഓഡിയൻസ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു അവാർഡ് വാങ്ങാന്ന് പറഞ്ഞാൽ അത് ഏതൊരു കലാകാരനും കലാകാരിക്കും കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. മലയാള സിനിമ വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു സിനിമയാണ് മീശ മാധവൻ എന്ന് പറയുന്ന സിനിമ. അതാണ് ആ കാലത്ത് മലയാള സിനിമയെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പടം. അതിലൊരു ഗംഭീര ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. കാരണം അവിടെ നിന്നാണ് ഒരു താടി വെച്ച് കൃഷ്ണനാകാൻ ഒരു പെർമിഷൻ തരുന്ന ലാൽ ജോസാണ്. ആ ഒറ്റ വേഷം കൊണ്ട് തന്നെ ഒരുപാട് പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. വിഷു എന്ന് പറയുന്ന ഒരു ദിവസം വിദേശങ്ങളിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഞാൻ അന്ന് ഗസ്റ്റായിരുന്നു. അതിന് നല്ല പൈസയും തരും, നല്ല ബിസിനസ് ക്ലാസ് ടിക്കറ്റും തരുമായിരുന്നു. ഇതൊക്കെ ലാൽ ജോസിൽ നിന്ന് കിട്ടിയതാണ്. ഒരിക്കൽ ഈ സിനിമ ചെയ്യുമ്പോൾ ലാലു എന്നോട് പറഞ്ഞു, ദിലീപ് എന്നെ സൈക്കിളിൽ കയറ്റി ഇരുത്തി ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ടെന്തെങ്കിലും പാടാമോ എന്ന് ചോദിച്ചു. ലാലു ഏറ്റവും കൂടുതൽ ചിരിച്ച 1-2 മുഹൂർത്തങ്ങളൊന്നാണത്. ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പാടിയാൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ അവിടെ പാടിയൊരു പാട്ടുണ്ട് ആ സൈക്കിളിൽ വരുമ്പോൾ, ദേവഹിന്ദുഭൂതം വർഷമംഗളഗോളം, അങ്ങനെ ഒരു വരിയില്ല എന്നുള്ളതാണ്. ലാലു ക്യാമറ അവിടെ നിന്ന് ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അശോക് അത് നന്നായി എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ കൃഷ്ണനായിട്ട് വന്നിട്ട് അവരെല്ലാവരും കൂടി പാടുമ്പോൾ ഞാനിങ്ങനെ ഫ്ലൂട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് കൃഷ്ണൻ ഇങ്ങനെ തലയിട്ട് കാണിക്കുന്നതാണ്. അശോക് എനിക്കത് വേണം കേട്ടോ. നമ്മൾ അഭിനയിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ റിഹേഴ്സലിന് ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിങ്ങനെ പുള്ളി അത് കണ്ടിങ്ങനെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അത് നമ്മൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഓസ്കർ അവാർഡാണ് പഞ്ചാബി ഹൗസിലെ രമണൻ. അതിനുശേഷം ജോണി ആൻ്റൻ്റെ ചിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, പലരുടെയും ചിത്രങ്ങൾ അഭിനയിക്കാൻ പറ്റി. എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് എനിക്ക് തരാനായിട്ട് സന്മനസ് കാണിച്ച, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു അവാർഡ് തിരഞ്ഞെടുത്ത ഈ ഫ്ലവേഴ്സിനും പ്രേക്ഷകർക്കും എല്ലാം ഒത്തിരി നന്ദികൾ. എനിക്ക് വേഷങ്ങൾ തന്നിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനും എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു അശോക, താങ്ക്സ് എ ലോട്ട്. സലിമേട്ട, കാത്തിരിക്കുകയാണ് നമ്മൾ. സലിമേട്ടന് വീണ്ടും അടുത്തൊരു അവാർഡ് ഇവിടെ ഈ വേദിയിൽ, ഫ്ലവേഴ്സിന്റെ വേദിയിൽ വെച്ച് നൽകാൻ കഴിഞ്ഞതും ഇവിടെ സലിമേട്ടനെ കൊണ്ടുവരാൻ കഴിഞ്ഞതും വലിയ സന്തോഷം. എല്ലാവരും സലിമേട്ടന് വേണ്ടി ഒരു കൺഗ്രാറ്റുലേറ്ററി അപ്ലോസ് പ്ലീസ്. സലിമേട്ട പ്ലീസ്. വളരെ സന്തോഷമുണ്ട്. കാരണം പഴയകാല സഹപ്രവർത്തകരെ ഒക്കെ ഒരുമിച്ച് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ അവസരമൊരുക്കി തന്നതിന് ഞാൻ ഫ്ലവേഴ്സ് ടിവിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എനിക്ക് ഈ അവാർഡിന് വേറൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് 5 സ്റ്റേറ്റ് അവാർഡും 1 നാഷണൽ അവാർഡും കിട്ടിയ ഒരാളാണ്. ഈ ആൾക്ക് ആദ്യമായിട്ട് അവാർഡ് വാങ്ങിത്തന്നത് ലാൽ ജോസാണ്. ഏതായാലും ലാൽ ജോസിൻ്റെ പടത്തിനെ വെച്ച് തുടക്കം കുറിച്ചത് വെറുതെ ആയില്ല. എനിക്ക് കിട്ടിയ 5 അവാർഡിൽ 2 അദ്ദേഹത്തിന് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രമായ ഒന്ന് അയാളും ഞാനും തമ്മിൽ അതിലായിരുന്നു കേരള സ്റ്റേറ്റിൻ്റെ കോമഡി നടനുള്ള അവാർഡ് കിട്ടിയത്. അച്ഛനുറങ്ങാത്ത വീടിനായിരുന്നു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഫ്ലവേഴ്സ് ടിവിയുടെ ആദ്യത്തെ അവാർഡാണത്. ഫ്ലവേഴ്സ് ടിവിയുടെ അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ്.
ഈ സമഗ്ര സംഭാവന എന്ന് പറയുമ്പോൾ പെൻഷൻ പറ്റാറായി, പെൻഷൻ പറ്റണം, പറ്റിക്കൂടെ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു അവാർഡാണ് ഈ സമഗ്ര സംഭാവന. ഏതായാലും കലാകാരന്മാരെ എന്നും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഫ്ലവേഴ്സ് TV ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം 25 വർഷമായിട്ട് എൻ്റെ ആത്മസുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഫ്ലവേഴ്സ് TVയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്കെല്ലാം സർവ്വശക്തി നല്ലത് മാത്രം വരുത്തിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക്സ് a lot. Thank you. എല്ലാവരും ചേർന്ന് വലിയൊരു കൈഡി ഇവർക്ക് എല്ലാവർക്കും. Thank you, sir. എമർജിംഗ് സ്റ്റാർ കാറ്റഗറിയിൽ ഇത്തവണ 2 പേരാണ്. ഓരോന്നായിട്ട് വായിക്കാം. ആദ്യം ബൈചേട്ടൻ തന്നെ വായിക്കട്ടെ അല്ലേ അജു? എൻ്റെ പേരിൽ മറ്റൊരു നടിയോ? മമിത ബൈജു ആണ് എമർജിംഗ് സ്റ്റാർ. അജുവിന്റെ പേജും കൂടി ഒന്ന് വായിക്കാം. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അനശ്വര രാജൻ. Wonderful. 2 പേരാണ് എമർജിംഗ് സ്റ്റാർ എന്ന പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള ഒരുപാട് പേരുടെ സംശയം നമുക്ക് തീർക്കേണ്ടതുണ്ട്. ഒരുപാട് പേര് ചോദിച്ച ചോദ്യം, മമിത ബൈജു ബൈജുചേട്ടന്റെ മോളാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. നീ ഈ സത്യം എങ്ങനെ മനസ്സിലാക്കി? ഞാൻ വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണത്. ആ കൊച്ചിന്റെ അച്ഛൻ കേൾക്കണ്ട കേട്ടോ. മോളെ പോലെയാണ്. അതുപോലെ മതി. എനിക്ക് അജു വർഗീസിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അജു വർഗീസ് ഇത്രയും സിനിമകളിൽ അഭിനയിക്കുന്നു. ഇവനെ ഫോണിൽ വിളിച്ചാൽ കിട്ടാറേ ഇല്ല. നിന്നെ എങ്ങനെ ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഒക്കെ വിളിക്കുന്നത്? അതും ഇതും നമ്മി എന്ത് ബന്ധം വായിച്ചേട്ടാ? പിന്നെ ഒരു വേദിയിൽ ഇവനെ കിട്ടൂല. മെസ്സേജ് അയക്കണം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ വിളിച്ചാൽ മാത്രമേ അജു വർഗീസിനെ കിട്ടുള്ളൂ. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും അജു വർഗീസിനെ വിളിക്കണമെങ്കിൽ ഡയറക്റ്റ് ഫോണിൽ വിളിച്ചാൽ കിട്ടും. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ അജുവിന് വേണ്ടി ഒരു കാര്യം വൗച്ച് ചെയ്യാം. അജുവിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അജു കാരണം ഒരുപാട് ലോൺ അടയ്ക്കാനുണ്ട്. അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ 2 എമർജിംഗ് സ്റ്റാർസിനോട് സംസാരിക്കണ്ടേ? മമിത, എങ്ങനെയുണ്ട് എമർജിംഗ് സ്റ്റാർ അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം? ആദ്യം തന്നെ ഫ്ലവേഴ്സ് ചാനലിനോടും ടീമിനോടും ഒക്കെ വളരെയധികം നന്ദി. എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തന്നതിൽ. സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് സോന എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നതിൽ എനിക്ക് ഗിരീഷ് ചേട്ടനോട് വളരെയധികം നന്ദി, കടപ്പാടുണ്ട്. കാരണം ഓഡീഷൻ വഴിയാണ് എടുത്തത്. അപ്പം ഓരോ ഓഡീഷൻ കഴിയും തോറും ആള് എൻ്റെ കൂടെ നിന്ന് ആ ഒരു പെർഫോമൻസ് നല്ലതായിട്ട് വരാനായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതിന് സൂപ്പർ ശരണ്യയിലെ ഹോൾ ടീമിനോടും എനിക്ക് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ആൻഡ് അനു എനിക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇൻഡസ്ട്രിയിൽ നിന്ന്. ഈ ഒരു സ്റ്റേജ് അനുവിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയാലും ഫ്ലവേഴ്സ് ചാനലിനോടും ടീമിനോടും എല്ലാം താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഫ്ലവേഴ്സിൻ്റെ അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ. കാരണം ഫ്ലവേഴ്സ് ചാനൽ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ചാനലാണ്. ഞാൻ ആദ്യമായിട്ട് ബാലതാരത്തിനുള്ള ഒരു അവാർഡ് വാങ്ങിയത് ഫ്ലവേഴ്സിൻ്റെ അവാർഡാണ്. അതിനുശേഷം ഇവിടെ എമർജിംഗ് സ്റ്റാർ എന്നൊരു അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പിന്നെ 2 പേരുടെയും കൂടി എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബൈചേട്ടൻ്റെ കൂടെയും അതേപോലെ അയച്ചേട്ടൻ്റെ കൂടി ഒരു അടിപൊളി ഡാൻസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ once again a big round of congratulations for both of them. തീർച്ചയായും എമർജിംഗ് സ്റ്റാർസ് എന്നുള്ളതല്ല, ഓൾറെഡി ലാൻഡഡ് സ്റ്റാർസ് ആണ്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേരള മാക്സിമം ഫിൻവെസ്റ്റ് ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിൽ അടുത്ത അവാർഡ് എന്ന് പറയുന്നത് ഫോർ ദ മോസ്റ്റ് പോപ്പുലർ ആക്ടർ ആണ്. ഫോർ ദ മോസ്റ്റ് പോപ്പുലർ ആക്ടർ ഈ അവാർഡ് നൽകാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ആക്ടറിനെ തന്നെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം ടൊവിനോ ബാക്ക് ഓൺ സ്റ്റേജ്. ടൊവിനോ, can I request you back on stage to present another award?
അവാർഡ് അനൗൺസ് ചെയ്യുന്നത് ടൊവിനോ ആണ്. ദ മോസ്റ്റ് പോപ്പുലർ ആക്ടർ. പോപ്പുലർ ആക്ടർ ഞങ്ങളിന്ന് ചെറിയ ട്വിന്നിങ് പരിപാടിയിലാണ്. സൗബിൻ ഷാഹിർ. സൗബിൻ ഷാഹിർ. Ladies and gentlemen, please put your hands together and welcome Saubin Shahir. Congratulations, Saubin. Congratulations. And now, the Flowers TV citation. സൗബിനെ പറ്റിയിട്ട് ആദ്യം ടൊവി 2 വാക്ക് പറഞ്ഞതിന് ശേഷം സൗബിന്റെ അടുത്ത് കൊടുക്കുക. ഞങ്ങളുടെ മനസ്സിന്റെ പൊരുത്തത്തെ പറ്റി പറയാൻ ഇതിൽ പരം എന്ത് വേണം? നമ്മൾ ഒരുമിച്ച് അങ്ങനെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മള് എപ്പോഴും കാണുകയും ഒരുപാട് സംസാരിച്ചിരിക്കുകയും ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതിന്റെ ഒരു സ്നേഹം നമ്മള് കോമ്പിനേഷൻ സീൻസ് ഒന്നും ചെയ്തിട്ടില്ല. മായനദിയിലാണെങ്കിലും കോമ്പിനേഷൻ സീൻസ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒരുമിച്ച് കുറെ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരെക്കാൾ അടുപ്പമുണ്ട് ഞങ്ങള് കുറെ വൈകുന്നേരങ്ങളിൽ. അതെ അതെ അതെ, എനിക്ക് അതാണ് ഓഫ് സ്ക്രീൻ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരും കൂടിയാണ്. തീർച്ചയായിട്ടും അത് കാണാനുണ്ട്, കണ്ട് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി. താങ്ക് യു ടോവി. പ്ലാൻഡ്. അതെ, പ്ലാൻഡ് ആണ്. താങ്ക് യു ടോവി, താങ്ക്സ് അലോട്ട്. താങ്ക് യു. നമുക്കിനി മോസ്റ്റ് പോപ്പുലർ ആക്ടറിന് എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കട്ടെ. സൗബി, എന്താണ് ഈ അവാർഡ് കിട്ടിയപ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യാദൃശ്ചികമായിട്ട് കിട്ടിയ ഒരു അവാർഡാണ്. ഫ്ലവേഴ്സ് ടിവിയുടെ ഈ ഒരു ബെസ്റ്റ് പോപ്പുലർ ആക്ടറിനുള്ള അവാർഡ് നടത്താനായ അതിയായ സന്തോഷം. രോമാഞ്ച സിനിമയ്ക്കല്ലേ അവാർഡ് കിട്ടിയത്? നീ രോമാഞ്ചം കണ്ടാ? ഞാൻ കണ്ട്. എവിടെ? ഞാൻ രോമാഞ്ചം കണ്ടിരുന്നു സിനിമ. ഈ അവാർഡ് കിട്ടിയപ്പോ എന്റെ കയ്യിലുണ്ടായ രോമാഞ്ചം കണ്ടാന്ന് ഞാൻ ചോദിച്ചത്. ഈ സൗണ്ട് സൗബി അറിഞ്ഞോ അറിയാതെയോ ചില സമയത്ത് സൗബിയുടെ സിനിമകളിൽ ഡബ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ്. പുള്ളിയെ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ പ്ലീസ്. ഇനി സൗബിന്റെ മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കാതെയോ. ലെറ്റ്സ് വെൽക്കം അശ്വന്ത് ഹിയർ. അശ്വന്ത്. ഈ ഒരു മൊമെന്റിന്റെ കാര്യം ഞാൻ പറയണം, കാരണം ഇത് എൻ്റെ ഒരു വാക്കും കൂടിയാണ്. അശ്വന്തിന്റെ അടുത്ത് ഞാൻ വാക്ക് കൊടുത്തതാണ്. കാരണം അശ്വന്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എല്ലാവരെയും ഇത് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സൗബിൻ ചേട്ടന് വേണ്ടിയിട്ട് ഇത്രയും ഡബ്ബും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ന് അശ്വന്ത് സൗബിന്റെ കൂടെ ഒരേ വേദി നിൽക്കുമ്പോൾ അത് ഫ്ലവേഴ്സ് TV ചെറിയ വലിയ കലാകാരന്മാർക്കൊക്കെ നൽകുന്ന അംഗീകാരമാണ്. അശ്വന്ത് ഹാപ്പി അല്ലേ? ഒരുപാട് സന്തോഷം. കാരണം സംസാരിക്കാൻ പറയാനുള്ള കാരണം ഞാനൊരു 5 വർഷമായിട്ട് ഇക്കയെ നേരിട്ട് കാണുമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട് ഫ്ലവേഴ്സിൽ നിന്ന് ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചാണെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഫ്ലവേഴ്സിൻ്റെ വേദി വെച്ച് തന്നെ മീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതെൻ്റെ ഡ്രീം മൊമെൻ്റ് ആണ്. ഒരു മിമിക്രി ആർട്സ് എന്നുള്ള രീതിയിൽ എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ സക്സസ് ആയി. അടിപൊളിയാണ്. എന്തായാലും ഞാനും കുറെ ഫ്ലവേഴ്സ് അവിടെ പ്രോഗ്രാം സമയത്ത് ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആ സമയത്തൊക്കെ ഷൂട്ട് ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് അവർ വീട്ടിലെത്തി. അപ്പോൾ എന്താ എനിക്കും വളരെ വലിയ ആഗ്രഹം ഓർത്ത് നേരിട്ട് കാണണമെന്നും. ഇനിയും കുറച്ച് പടങ്ങളുണ്ട് പെൻഡിങ് ആയിട്ട്, ഇങ്ങനെ ഡബ്ബിങ്, അതൊക്കെ ഒന്ന് വന്ന് സഹായിക്കണം. ഞാൻ സൗബിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി ചെയ്തു തരട്ടെ. അതായത് ഇപ്പോ നമ്മുടെ ഈ വേദിയിൽ വെച്ച് രോമാഞ്ചത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് സൗബിൻ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ അശ്വന്തിനെ കൊണ്ട് പറയിക്കാൻ പോവാണ്. ഓക്കെ? ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. സന്തോഷം. താങ്ക് യു. അടിപൊളി അടിപൊളി. താങ്ക് യു അശ്വന്തേ. ഞാൻ 2 ശബ്ദം ഇക്കയുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവതരിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞു പോയ 2 സീക്വൻസ് ആണ്. ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ്, അതിലെ ഒരു ഡയലോഗ് അടിപൊളി. എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ഒക്കെ തിരികെ എത്തിക്കണാടാ ഷോ. എടാ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് അറിയളേ. എൻ്റെ പണിപ്പാളിരിക്കണടാ, ശരിക്കും കൈ നോയിരിക്കണേ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ, കരയാനൊന്നും പറ്റണല്ല. നീ ഉണ്ടായിരുന്നുള്ളൂട്ടാ. നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂട്ടാ. അടിപൊളി അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. മ്യാവ് എന്ന് പറഞ്ഞ ചിത്രത്തില് സാറുണ്ട്. ഡയറക്ടറിന്റെ ഫ്രണ്ടിൽ കൂടി വെച്ച് ചെയ്യാം.
ഡെയിലി 100,000 പ്രശ്നം അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഓരോ പ്രശ്നം തീരും തോറും മൂപ്പരടുത്തേക്ക് ഇഞ്ചിഞ്ചായി അടുത്തടുത്ത് ആ മൂപ്പരുണ്ടല്ല ദേൻ്റെ ഇപ്പം ഇവിടെയാണ് ഇരിക്കണം. അതുകൊണ്ട് വിശ്വാസത്തിന് വിലറപ്പിക്കേണ്ട എനിക്ക് ഒരു കുപ്പായത്തിൻ്റെ ആവശ്യമില്ല. അത് കണ്ട് ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. നീ നിനക്ക് ഷോളിൽ ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഷോളിൽ ജീവിക്കട്ടെ. ഇത്തിരി ദയുണ്ടായാൽ മതി. മറ്റുള്ള വിശ്വാസങ്ങളോട് കുറച്ച് റെസ്പെക്റ്റും അത്ര ആവശ്യമുള്ളൂ. ലോകം നന്നായിക്കോളും. നീ ഇത് കണ്ട് ബേജാറാണ് എന്തിനാ അർമാനെ? സൂപ്പർ. അതും ആ പടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസസ് ആണ്. സത്യം സാർ, ആ പടം ചെയ്യുന്നതിന് മുമ്പ് മച്ചനെ കാണാൻ ഭാഗ്യം. എനിക്ക് ആ ക്യാരക്ടർ പോയാലേ. അശ്വന്ത് അടിപൊളിയായിട്ടുണ്ട്. കലക്കി. ഇനി നമ്മുടെ അവാർഡിന്റെ കാര്യം പറയണ്ടേ? പുള്ളിയാണെല്ലാം പറഞ്ഞത്, സൗമിതൊന്നും പറഞ്ഞില്ല. അതിൽ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരുന്നു. വളരെയധികം സന്തോഷം. കാരണം ഫ്ലവേഴ്സ് ടിവിയുടെ ഈ ഒരു അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചല്ലോ. പിന്നെ ജിത്തുവിന് വളരെ വലിയൊരു താങ്ക്സ്. കാരണം അങ്ങനത്തെ ഒരു പടത്തിന് സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂട്ടായ്മ ചെയ്തതിൻ്റെ വളരെ ആ ഒരു വർക്ക് ഭയങ്കരമായിട്ട് ഇത്രയധികം വർക്കാവുകയും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയുള്ള കാര്യത്തിൽ. പിന്നെ ഇലവിട പൂഞ്ചിറയുടെ പെർഫോമൻസിനും ഭീഷ്മൂർത്തിനും എന്നെ വിളിച്ച് അമലേട്ടനാണെങ്കിലും ഷായിക്കാണെങ്കിലും ജിത്തുവിനാണെങ്കിലും എല്ലാവർക്കും താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം കൂടുതലാണ്. അതങ്ങനെ തന്നെ കൂടണം. അത് വളരെയധികം സന്തോഷം. താങ്ക് യു. Thank you so much.